നമ്മുടെ യൂണിറ്റി ട്യൂട്ടോറിയലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ ട്യൂട്ടോറിയൽസ് ഒന്നും അധികം അങ്ങനെ ചെയ്തിട്ടില്ല. സോ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് സ്ലോലി എല്ലാം റെഡിയാക്കി എടുക്കാം. സോ ഗെയിം ഡെവലപ്മെൻറ്റ് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരാൾക്ക് യൂസ് ചെയ്യാവുന്ന ഏറ്റവും എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ഗെറ്റിംഗ് യൂസ്ഡ് ആവാൻ പറ്റിയ എഞ്ചിൻ യൂണിറ്റി തന്നെയാണ്. പിന്നെ നമുക്ക് അൺറിയൽ എഞ്ചിനും കൊഡോട്ട് എഞ്ചിനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് യൂണിറ്റിക്ക് കിട്ടുന്ന പോലെ അത്ര ഫ്ലെക്സിബിൾ അല്ല. നമുക്ക് ഓൾറെഡി നമുക്ക് ഗെയിം ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എഞ്ചിനിലേക്ക് സ്വിച്ച് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. നന്നായിട്ട് യൂണിറ്റി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള എൻജിൻസ് നമുക്ക് കുറച്ചും കൂടി അഡാപ്റ്റബിൾ ആണ്. പക്ഷെ ഒരു ഫസ്റ്റ് ടൈമറിന്, ഒരു ബിഗിനറിന് മറ്റ് എൻജിൻസിനേക്കാൾ എന്തുകൊണ്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നത് യൂണിറ്റി തന്നെയായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ യൂണിറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് യൂണിറ്റി എങ്ങനെ നമുക്ക് യൂണിറ്റി ഹബ്ബ്, യൂണിറ്റി എൻജിൻ എങ്ങനെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം, ഫസ്റ്റ് യൂണിറ്റി സെറ്റപ്പ്, ഇത്രയും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം കളയാതെ ആ പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റി ഹബ്ബ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം യൂണിറ്റി ഹബ്ബാണ് നമുക്ക് എന്താ പറയുക, നമ്മുടെ എൻജിൻ വേർഷൻസ് ഹാൻഡിൽ ചെയ്യാനാണെങ്കിൽ നമ്മുടെ പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്യുക, പിന്നെ ഓരോ പ്രൊജക്റ്റിന് വേണ്ട മോഡ്യൂൾസ് എല്ലാം ഹാൻഡിൽ ചെയ്യണം നമ്മൾ യൂണിറ്റി ഹബ്ബിലൂടെയാണ്. ഈവൻ നമ്മുടെ എൻജിൻ ഡൗൺലോഡ് ചെയ്യണ പോലെ നമ്മൾ സെപ്പറേറ്റ് ഒരു EXE ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണത് ഇൻസ്റ്റാൾ ചെയ്യുകയല്ല നമ്മൾ യൂഷ്വലി ചെയ്യുക. കാരണം ഇപ്പോൾ യൂണിറ്റിക്ക് തന്നെ മൾട്ടിപ്പിൾ വേർഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ യൂണിറ്റി ഹബിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യും. അത് ബേസ് ചെയ്തിട്ടാണ് അവിടെ നിന്നാണ് നമുക്ക് വേണ്ട എഞ്ചിൻ ഏതാണെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യുക, ഏത് വേർഷനാണെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് യൂണിറ്റി ഹബ്ബ് ഡൗൺലോഡ് ചെയ്യാം. സോ നമ്മൾ ഗൂഗിളിൽ പോവുക, ജസ്റ്റ് യൂണിറ്റി ഹബ് എന്ന് സെർച്ച് ചെയ്യുക. യൂണിറ്റി ഹബ്, നമ്മൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ഫോർ വിൻഡോസ്, ഡൗൺലോഡ് ഫോർ മാക്, രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാം ഹബിൻ്റെ. സോ ഞാനിപ്പോൾ മാക്കാണ് യൂസ് ചെയ്യണത്. നിങ്ങൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ഫോർ വിൻഡോസ് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ഞാൻ ഡൗൺലോഡ് ഫോർ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എനിക്ക് അതാണ് ഡൗൺലോഡ് ഹബ് setup.dmg1 കാണിച്ചിരിക്കണേ. സോ ഞാനിത് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യുക, യൂണിറ്റി hub.exe or യൂണിറ്റി hub.dmg, നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നനുസരിച്ച് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു യൂണിറ്റി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ലെറ്റ് ഇറ്റ് ലോഡ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക, പാസ്വേഡ്, നിങ്ങളുടെ യൂസർ നെയിം, ഫുൾ നെയിം ഓർ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക, അക്നോളജ്, എന്നിട്ടൊരു യൂണിറ്റി ID ക്രിയേറ്റ് ചെയ്യുക. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കോ ആപ്പിൾ ID അല്ലെങ്കിൽ ഗൂഗിൾ മെയിൽ ID വെച്ച് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. സോ സൈൻ ഇൻ വിത്ത്, അപ്പോൾ ഞാനിനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. സോ നിങ്ങൾ ഈ സ്റ്റെപ്സ് ഇങ്ങനെ ഫോളോ ചെയ്യുക. ശേഷം സോ ലെറ്റ് മീ സൈൻ ഇൻ വൺസ്. സോ ഞാൻ യൂണിറ്റിയിലേക്ക് സൈൻ ഇൻ ചെയ്തു. യൂണിറ്റിയിലേക്ക് സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾ മാനേജ് ലൈസൻസിൽ പോവുക. ഇപ്പോൾ നിലവിൽ എൻ്റെ പേഴ്സണൽ ലൈസൻസ് ഇവിടെ ആക്ടിവേറ്റ് ആയി കാണാം. നിങ്ങളപ്പോൾ എന്താ ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആക്ടിവേറ്റ് വിത്ത് സീരിയൽ നമ്പർ. ഇപ്പോൾ നിങ്ങളൊരു യൂണിറ്റി പ്രോപ്പർ ഒരു കൊമേഴ്ഷ്യൽ വേർഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീരിയൽ നമ്പർ എൻ്റർ ചെയ്തോടെ ആക്ടിവേറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ യൂഷ്വലി ഇപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ എന്തായാലും ഒരു ഫ്രീ വേർഷൻ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഗെറ്റ് എ ഫ്രീ പേഴ്സണൽ ലൈസൻസ്, എഗ്രി ആൻഡ് കണ്ടിന്യൂ. സോ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ലൈസൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. നിലവിൽ ഞാൻ ആ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണൽ ലൈസൻസ് ആണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത് ഇവിടെ. സോ വൺസ് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും ലഭിക്കുക. സോ ഇവിടെ ഈ നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ പ്രൊജക്ട്സ് ആണ്. സോ ഇതിപ്പോൾ എനിക്ക് നിലവിൽ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാം ബ്ലർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൊജക്ട്സ് നമുക്ക് പ്രൊജക്ട് ടാബിന് അണ്ടറിൽ നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ഇൻസ്റ്റാൾസിൽ പോയി കഴിഞ്ഞാൽ
ഏതൊക്കെ യൂണിറ്റി വേർഷൻസ് നമ്മുടെ സിസ്റ്റത്തിൽ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. സോ നിലവിൽ എൻ്റെ 2022 2020 ആണുള്ളത് യൂണിറ്റി വേർഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ എഡിറ്റർ എടുക്കുക. അപ്പോൾ റെക്കമെൻഡഡ് ആയിട്ടുള്ള എല്ലാ LTS വേർഷൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏത് വേർഷനാണ് വേണ്ടത് അത് ഇൻസ്റ്റാൾ കൊടുക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ ബിൽഡ് സപ്പോർട്ട്സ് വേണം അത് ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഐ ഹാവ് റീഡ് ഓൾ ആൻഡ് ഇൻസ്റ്റാൾ. നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് പ്രോംപ്റ്റ് വരും. ഓക്കെ കൊടുക്കുക. ആ വേർഷൻ ഫിനിഷ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ആ വേർഷനിൽ നിങ്ങളുടെ പ്രൊജക്ട്സ് ഓപ്പൺ ചെയ്യാം. പിന്നെ എപ്പോൾ നമ്മളൊരു വേർഷൻ, അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ പോണ വേർഷൻ ഏതാണോ ആ വേർഷൻ എപ്പോൾ LTS വേർഷൻ എന്ന് ഉറപ്പുവരുത്തുക. അതായത് ലോങ് ടൈം സപ്പോർട്ട്. അതായത് യൂണിറ്റിക്ക് ഇപ്പോൾ തന്നെ പല വേർഷൻസ് ഉണ്ടാവും. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ഹോബീസ് പ്രൊജക്റ്റ് ആണെങ്കിൽ എന്ത് പ്രൊജക്റ്റ് ആണെങ്കിലും നമ്മളെപ്പോഴും LTS വേർഷൻസിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതായിരിക്കും യൂണിറ്റി കംപ്ലീറ്റ്ലി ടെസ്റ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത വേർഷൻസ്. അപ്പോൾ അതിന് ബഗ്സ് ഉണ്ടാവാൻ സാധ്യത കുറവ്, അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വേറെ വേർഷൻസ് ട്രൈ ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ മെയിൻ പ്രൊജക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റോ അതിൽ ആ പ്രൊജക്റ്റിന് ആ വേർഷനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം ഇറേഴ്സ് ഉണ്ടാവാൻ, ഇഷ്യൂസ് വരാനും സാധ്യത കൂടുതലാണ്. എപ്പോഴും LTS വേർഷൻസിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഏത് വേർഷനാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുക ആ വേർഷനിൽ ഏതൊക്കെ ബിൽഡ് സപ്പോർട്ട്സ് ഉണ്ട് അതെല്ലാം നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ബിൽഡ് സപ്പോർട്ട് എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് നമ്മൾ കൂടുതൽ നമ്മുടെ അപ്കമിങ് വീഡിയോസിൽ ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ദാറ്റ്സ് ഓൾ. പിന്നെ ഇവിടെ ഏതൊക്കെ വേർഷൻസ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിന് ഏതൊക്കെ മോഡ്യൂൾസിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ടോ ആ മോഡ്യൂൾസ് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഈ യൂണിറ്റി വേർഷൻസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ആഡ് മോഡ്യൂൾസ് എന്നൊരു ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് OpenJDK, iOS ബിൽഡ് സപ്പോർട്ട്, വിഷൻ OS ഒക്കെ ബേസിക്കലി വെരി ലേറ്റസ്റ്റ്, അതായത് ആപ്പിളിന്റെ വിഷൻ പ്രോ ഫെബ്രുവരി 4 റിലീസ് ആയേക്കണേ. സോ ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ വിഷൻ OSന് ബിൽഡ് സപ്പോർട്ട് കൊടുക്കാൻ യൂണിറ്റി കൊണ്ടേ പറ്റിയിട്ടുള്ളൂ. സോ നമുക്കിവിടെ വിഷൻ OS മെൻഷൻ ചെയ്തിട്ടുണ്ട്, tvOS, ലിനക്സ് ബിൽഡ്, അങ്ങനെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഏത് ഡിവൈസിലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പോകണേ ആ കറസ്പോണ്ടിങ് ബിൽഡിന് വേണ്ടിയിട്ടുള്ള പാക്കേജസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് iOS ബിൽഡ് സപ്പോർട്ടാണ് വേണ്ടത്, ഞാൻ ഒരു ഐഫോണിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗെയിമോ അല്ലെങ്കിൽ എൻ്റെ യൂണിറ്റി ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പോകണമെങ്കിൽ ഞാൻ iOS ബിൽഡ് സപ്പോർട്ട് കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇൻസ്റ്റലേഷൻ പ്രോഗ്രസ് നമുക്ക് കാണിക്കും. നിലവിൽ ഞാനത് ഇൻസ്റ്റാൾ ചെയ്യാം, എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാം. സോ ലെറ്റ് ഇറ്റ് ബി. സോ നമുക്ക് ഈ ഏത് വേർഷനാണ് വേണ്ടത് നമ്മളത് കൊടുക്കുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ യൂണിറ്റിയുടെ അകത്ത് ഇത് മെൻഷൻ ചെയ്യും. ശരിക്കും ഈവൻ നമ്മൾ ആ വേർഷനിൽ തന്നെ നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ ടാബായിട്ട് കാണിക്കും, കീസ് ആയിട്ട് മെൻഷൻ ചെയ്യും ഏതൊക്കെ ബിൽഡ്സ് കറന്റ് ഈ വേർഷൻ ഓഫ് യൂണിറ്റിയിൽ ചെയ്യാൻ പറ്റുമെന്ന്. Okay, so let it continue. So that's all about installs. And then ലേൺ ടാബിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ യൂണിറ്റിയുടെ പ്രൊജക്ട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ യൂണിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മിനി ട്യൂട്ടോറിയൽസ് ഉണ്ടാവും ഇവിടെ. സോ നിങ്ങൾക്ക് പെട്ടെന്ന് വെരി എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ VR-നോ അല്ലെങ്കിൽ AR-നോ ഇപ്പോൾ യൂണിറ്റി ഏതെങ്കിലും ഒരു പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു ബേസിക് ട്യൂട്ടോറിയൽസ് യൂണിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യും. സോ അതാണ് ഇവിടെ നിങ്ങൾ ലേൺ ടാബിൽ കാണുന്നത്. ദെൻ നമുക്കിവിടെ കമ്മ്യൂണിറ്റി ഫോറം ഉണ്ട്, നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈവൺ ഡിസ്കോഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട് യൂണിറ്റിക്ക്. എനിക്ക് തോന്നുന്നു ഈ ഡിസ്കോഡ് കമ്മ്യൂണിറ്റീസാണ് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരാണെങ്കിൽ യൂണിറ്റിയുടെ ഒഫീഷ്യൽ ഡിസ്കോഡ് പേജ് ഉണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് റിയൽ ടൈമിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു യൂഷ്വൽ ഒരു നോർമൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ അറിയാം സ്റ്റാക്ക് ഓവർഫ്ലോ ആണ് നമ്മൾ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യാറ്. പിന്നെ ഈവൺ ഇപ്പോൾ ChatGPT വന്നതുകൊണ്ട് കുറച്ചും കൂടി റിയൽ ടൈം ആണ്. പക്ഷേ നമ്മൾ ChatGPT ഇത്ര കോമൺ അല്ലാത്തൊരു ടൈമിൽ നമുക്ക് ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ഡൗട്ട് ചോദിക്കുക, നമുക്ക് ആ ഡൗട്ടിൻ്റെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കിട്ടാനായിട്ട് ഇപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോയിൽ ടൈം എടുക്കും. സോ അങ്ങനെയുള്ള ടൈമിൽ ഡിസ്കോഡ് കമ്മ്യൂണിറ്റീസ് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾസിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ ആൻഡ്രോയിഡ്, WebGL, വിൻഡോസ് ആൻഡ് മാക് OS ഉണ്ടായുള്ളൂ. അപ്പോൾ നിലവിൽ നമ്മൾ ആ മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് iOS ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ 2022 വേർഷനിൽ നമുക്കൊരു ഐഫോൺ ബിൽഡും കൂടി നമുക്ക് എടുക്കാൻ പറ്റും. ഐഫോണിന് വേണ്ടി ബിൽഡ് ക്രിയേറ്റ് ചെയ്യാത്ര ഈസി അല്ല. നമ്മളിപ്പോൾ
ഈ iOS ബിൽ സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ച് നമുക്ക് ഇത് നേരിട്ട് ഐഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു ആപ്പ് ഒരിക്കലും ഇത് ഔട്ട്പുട്ട് തരില്ല നമുക്ക്. അതിന് കുറച്ചും കൂടി ട്വിസ്റ്റഡ് പാത്താണ് അത്. ഈ ഐഫോണിന് വന്നൊരു പ്രശ്നം അതാ. നമുക്കിപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ നേരിട്ടൊരു .apk ഫയൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും യൂണിറ്റിയുടെ അകത്തുനിന്ന്. പക്ഷെ ഐഫോണിന് അത് കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ല. വേറെ എല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ഫൈനൽ ബിൽഡ് ഔട്ട്പുട്ട് എടുക്കാൻ നമുക്ക് പറ്റും. പക്ഷെ iOSന് മാത്രം കുറച്ച് ട്രിക്കിയാണ്. ഓക്കെ, സോ നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ന്യൂ പ്രൊജക്റ്റ്. നിലവിൽ നമ്മളിവിടെ ന്യൂ പ്രൊജക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാങ്ക് പ്രൊജക്ട്സ് അല്ല ജനറലി കാണാൻ സാധിക്കുക. നമുക്ക് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഓൾറെഡി പ്രീ ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു 2D പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ 2D, 3D ആപ്ലിക്കേഷൻ, 3D, പിന്നെ URP, യൂണിവേഴ്സൽ റെന്റൽ പൈപ്പ് ലൈൻ. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിപ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് പോകണ്ട. അങ്ങനെ ഇതുണ്ട്. മൊബൈൽ പ്ലാറ്റ്ഫോംസിന് സെപ്പറേറ്റ്, VR, MRന് സെപ്പറേറ്റ്, അങ്ങനെ ഓരോ പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തൊക്കെ പാക്കേജസ് വേണം, വർക്ക് എൻവയോൺമെന്റ് എങ്ങനെ സെറ്റ് ചെയ്യണം, അതൊക്കെ പ്രീ ഡീഫോൾട്ട് ആയിട്ട് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈവൻ നിങ്ങളൊരു 3D പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ച് നിങ്ങളിപ്പോൾ 2D ആണ് സെലക്ട് ചെയ്ത് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ചില ഓപ്ഷൻസ് മാനുവലായിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ 3D ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രീ ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. സോ നമുക്കിപ്പോൾ ഒരു 3D ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ 3D ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. പ്രൊജക്ട് നെയിം ട്യൂട്ടോറിയൽ 1. പിന്നെ നമ്മൾ യൂണിറ്റി ക്ലൗഡ് ഓർഗനൈസേഷൻ, നമ്മളിപ്പോൾ ഒരു യൂണിറ്റി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ നമ്മുടെ അക്കൗണ്ട്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെമിൻ ജോൺസൺ എൻ്റെ അക്കൗണ്ട് ഞാൻ കൊടുത്തു. ക്രിയേറ്റ് പ്രൊജക്ട്. ഞാനത് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോൾ യൂണിറ്റിയുടെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഫസ്റ്റ് സ്ക്രീൻ ഇങ്ങനെയായിരിക്കും. ഇപ്പം നിലവിൽ നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ ടാബ്സ് കാണാം. സോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സ്ക്രീനാണ് അതിൻ്റെ സീൻ വ്യൂ. അതായത് നിങ്ങൾ എങ്ങനെ ആണ് നിങ്ങളുടെ പ്രൊജക്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു മൂവി ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മൂവിക്ക് നമ്മൾ കാണുന്നൊരു വെർഷൻ ഉണ്ട്, അതേസമയം ഷൂട്ടിംഗ് സെറ്റിൻ്റെ ഒരു വേർഷൻ ഉണ്ട്. നമുക്ക് സീൻ വ്യൂവിനെയും ഗെയിം വ്യൂവിനെ വേണമെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. സീൻ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി നമുക്ക് എന്തൊക്കെ കോമ്പണൻസ് അവിടെ ആവശ്യമുണ്ട്, നമ്മളൊരു തേർഡ് പേഴ്സണെ പോലെ ആ എൻവയോൺമെന്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് മാത്രം ഒരു ഗെയിം ഡെവലപ്പറിന് മാത്രം വിസിബിൾ ആയിട്ടുള്ള ഒരുപാട് കോമ്പണൻസ്, നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള കോമ്പണൻസ് എല്ലാം കംപ്ലീറ്റ്ലി സീൻ വ്യൂവിലായിരിക്കും വിസിബിൾ ആയിരിക്കുക. ഗെയിം വ്യൂ എപ്പോഴും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ ഒരു യൂസർ, ഒരു ക്ലയന്റ് എങ്ങനെ അത് കാണുന്നു എന്നുള്ളതായിരിക്കും ഗെയിം വ്യൂവിൽ കാണുക. അപ്പോൾ അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സീൻ വ്യൂ ആൻഡ് ഗെയിം വ്യൂ. പിന്നെ ഇവിടെ വരുന്നത് സീൻ ഹൈറാർക്കി. സോ ഇതാണ് നമ്മുടെ സീൻ. എന്താണ് സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. ഒരു ഗെയിമിന് 10 ലെവൽസ് ഉണ്ടെങ്കിൽ ആ 10 ലെവൽസ് 10 എൻവയോൺമെന്റ്സിലാണ് നടക്കണമെന്നുണ്ടെങ്കിൽ യൂഷ്വലി അത് 10 സീൻസ് ആയിരിക്കും. അതായത് ഒരു ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ പഴയ ലെവലിനെ ഡിസ്മാൻഡിൽ ചെയ്ത് പുതിയ ലെവൽ ലോഡ് ചെയ്യും. അപ്പോൾ അത് തന്നെ ഇവിടെ സംഭവിക്കണം. നമ്മൾ പഴയ സീനിനെ റിമൂവ് ചെയ്തിട്ട് പുതിയ സീനിലോട്ട് പോകും. എല്ലായ്പ്പോഴും ഇതിങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് മനസ്സിലാവാനായിട്ട് പറഞ്ഞതാണ്. കാരണം വേറെ ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട്. അഡിക്റ്റീവ് സീൻ ലോഡിങ്, അപ്പോൾ മൾട്ടിപ്പിൾ സീൻസ് ഒരൊറ്റ സീനിലേക്ക് ക്ലസ്റ്റർ ചെയ്യുന്ന പരിപാടി ഉണ്ട്. തൽക്കാലം അതൊക്കെ വിട്ടിട്ട് നമുക്ക് ബേസിക് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കാം. അതായത് ലെവൽ 1, 2, 3, 4 അതെല്ലാം സീൻ 1, 2, 3, 4 ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ലോഡ് സീൻ, ന്യൂ സീൻ ലോഡ് ചെയ്യുകയാണെങ്കിൽ ഓൾഡ് സീൻ നമ്മൾ റിമൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പഴയ സീനിലുണ്ടായ എല്ലാം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പഴയ സീൻ ഒരു കാസിലായിരുന്നു, പുതിയ സീൻ ഒരു സിറ്റിയിലാണെങ്കിൽ ആ കാസിലും അതിനോട് ബന്ധപ്പെട്ട എല്ലാ കോമ്പണൻസിനെയും എടുത്ത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ സിറ്റി ലോഡ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ ഗെയിംസിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ തന്നെ ലോഡിംഗ് സ്ക്രീൻ നമ്മൾ കാണും. അത് ആ പഴയ സീനിനെ റിമൂവ് ചെയ്ത് പുതിയ സീൻ ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സീൻ. ഇപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് സാമ്പിൾ സീൻ ലെവൽ 1 നമുക്ക് തൽക്കാലം നമുക്ക് സീനിനെ സേവ് സീനസ് ലെവൽ 1 നെയിം ചെയ്യാം. അപ്പോൾ നമ്മൾ ആ സെറ്റ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവൽ 1 എന്ന് പറഞ്ഞൊരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സീൻസ് ഫോൾഡറിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു കോമ്പണന്റ് ജസ്റ്റ് ആഡ് ചെയ്യാണ്. ഓക്കെ, ഇനി ഞാൻ ഈ സീനിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാണ്.
അതിന് ഞാൻ ലെവൽ 2 എന്ന പേര് വിളിച്ചു. ഈ ലെവൽ 2 ഞാൻ ലോഡ് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ആക്ച്വലി പഴയ സീൻ റിമൂവ് ചെയ്ത് പുതിയ സീൻ ഇവിടെ ലോഡായി. ഞാൻ ഇവിടുന്ന് ക്യൂബ് റിമൂവ് ചെയ്ത് ഈ സീനിനെ സേവ് ചെയ്തു. അപ്പൊ നമ്മൾ ഫസ്റ്റ് സീനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്യൂബ് ഉണ്ടായി. അത് നമുക്ക് നമ്മുടെ സീൻ വ്യൂവിൽ നമുക്കത് കാണാം, നമ്മുടെ ഗെയിം വ്യൂവിൽ അത് കാണാം. പക്ഷെ നമ്മൾ ലെവൽ 2 ലോഡ് ചെയ്തപ്പോൾ അതില്ല. കാരണം ഇത് രണ്ട് സീനാണ്. നമുക്കത് പെട്ടെന്ന് ലോഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഡിഫറൻസ് മനസ്സിലാവണമെങ്കിലും അത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് എൻവയോൺമെന്റ്സ് ആണ്. സോ ഈ സീൻസിനെ മെൻഷൻ ചെയ്യുന്ന സ്ഥലമാണ് സീൻ ഹൈറാർക്കി. അപ്പോൾ ഫസ്റ്റ് സീനിൽ എന്തൊക്കെയുണ്ട്? ക്യൂബ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, മെയിൻ ക്യാമറ ഉണ്ട്. ഇതെല്ലാം ഈ സീൻ 1 മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലെവൽ 2 വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ ക്യാമറ ഉണ്ട്, ഡയറക്ഷണൽ ലൈറ്റ് ഉണ്ട്, എന്നാൽ വേറെ കോമ്പണൻസ് ഒന്നുമില്ല. സോ ആ ഇൻഫർമേഷൻസ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നത് സീൻ ഹൈറാർക്കിയിലായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് സീൻ ഹൈറാർക്കി, സീൻ വ്യൂ, ഗെയിം വ്യൂ. ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻസ്പെക്ടർ ടാബ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മെയിൻ ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയിൻ ക്യാമറയെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മുടെ സീൻ വ്യൂവിലുള്ള ഓരോ ഗെയിം ഒബ്ജക്റ്റിനെ നമ്മൾ നമ്മുടെ സീൻസിലുള്ള ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സിനെ, അത് എനി കോമ്പണൻസ്, സീൻ വ്യൂവിലുള്ള എനി ഒബ്ജക്ട്സിനെ നമ്മൾ വിളിക്കുന്നത് ഗെയിം ഒബ്ജക്ട്സ് എന്നാണ്. അപ്പോൾ ഓരോ ഗെയിം ഒബ്ജക്ട്സിന്റെയും പ്രോപ്പർട്ടി ഇൻഡിവിജ്വൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്ന സ്ഥലമാണ് സീൻ ഇൻസ്പെക്ടർ. അപ്പോൾ നമുക്കിപ്പോൾ ക്യാമറയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫോം കോമ്പണന്റ് ഉണ്ട്, ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചത്. ഇതാണ് ട്രാൻസ്ഫോം കോമ്പണന്റ്, ക്യാമറ കോമ്പണന്റ്, ഓഡിയോ ലിസണർ കോമ്പണന്റ്. ഇപ്പൊ ഞാനിത് കൊളാപ്സ് ചെയ്തപ്പോൾ ഓരോ സെപ്പറേറ്റ് കോമ്പണന്റ് ആയിട്ട് നമുക്ക് കാണാം. ട്രാൻസ്ഫോം, ക്യാമറ, ഓഡിയോ ലിസണർ. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോം ഇൻഫർമേഷൻ, ക്യാമറ ഇൻഫർമേഷൻ, ഓഡിയോ ലിസണർ. അപ്പോൾ ഇതെല്ലാം ഈ മെയിൻ ക്യാമറനെ മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള കോമ്പണൻസ് ആണ്. സോ അത് നമുക്കിവിടെ ഇൻസ്പെക്ടറിൽ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഡയറക്ഷണൽ ലൈറ്റ്സിലേക്ക് പോകാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ട്രാൻസ്ഫോം കോമ്പണന്റ് ഉണ്ട്, ഒരു ലൈറ്റ് കോമ്പണന്റ് ഉണ്ട്. അപ്പോൾ ഈ രണ്ടിന്റെയും ഇൻഫർമേഷൻസ് രണ്ടാണ്. ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഇൻസ്പെക്ടറിൽ കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് നമുക്ക് പ്രൊജക്ട് ഹൈറാർക്കിയാണ്. പ്രൊജക്ട് ഹൈറാർക്കിയിൽ മെയിനായിട്ട് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിന് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും, നമ്മുടെ ഹാർഡ്വെയറിൽ ഇരിക്കുന്ന നമ്മുടെ ഗെയിമിന് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും പ്രൊജക്ട് ഹൈറാർക്കിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസെറ്റ്സ് ആണ് നമ്മുടെ റൂട്ട് ഫോൾഡർ. അതായത് നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് ആവശ്യമുള്ള എന്തൊരു കോമ്പണന്റും നമുക്ക് ഗെയിം എഞ്ചിന്റെ അകത്ത് വിസിബിൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അസെറ്റ്സ് ഫോൾഡറിന് താഴെ ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിത് എക്സ്പ്ലോററിൽ ഞാൻ കാണിച്ചില്ല. അപ്പോൾ അസെറ്റ്സ് ഫോൾഡർ ഇവിടെ ഉണ്ട്, ലൈബ്രറീസ് ഉണ്ട്, ലോഗ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ലൈബ്രറിയുടെ അകത്തുകൊണ്ട് ഒരു കോമ്പണന്റ് പേസ്റ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇവിടെ എൻ്റെ കയ്യിൽ ഒരു ഇമേജ് ഉണ്ട്. ഈ ഇമേജ് എനിക്ക് എൻ്റെ ഗെയിമിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിത് കൊണ്ടുപോയി ലൈബ്രറിയുടെ അകത്തിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. എനിക്ക് ഗെയിമിൻ്റെ അകത്ത് ആ ഇമേജ് ആക്സസ് ചെയ്യാനൊന്നും സാധിക്കില്ല. പക്ഷെ അതേ ഇമേജ് തന്നെ അവിടെ പേസ്റ്റ് ചെയ്യുന്നതിന് പകരം പക്ഷെ അതേ ഇമേജ് തന്നെ ഞാൻ ലൈബ്രറിക്ക് അകത്ത് പേസ്റ്റ് ചെയ്യുന്നതിന് പകരം അസെറ്റ്സ് ഫോൾഡറിലാണ് പേസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ആക്ച്വലി എൻ്റെ ഗെയിം എഞ്ചിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യും. പിന്നെ എനിക്ക് ആ ഇമേജ് യൂസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് പ്രൊജക്ട് ഹൈറാർക്കി. പിന്നെ നമുക്ക് കൺസോൾ ഉണ്ട്. കൺസോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗെയിം റൺ ചെയ്യുമ്പോൾ ഗെയിമിൽ കറന്റ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് എപ്പോഴും വിസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് ഓരോ ഇറർ വരുമ്പോഴാണെങ്കിലും എന്തുണ്ടെങ്കിലാണെങ്കിലും അത് റെക്കോർഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്താലേ നമുക്ക് പ്രോപ്പറായിട്ട് ഗെയിമിനെ നമുക്ക് ഡീബഗ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൺസോൾ വിൻഡോ. അപ്പോൾ കൺസോൾ വിൻഡോയിലേക്ക് മെസ്സേജ്, അതായത് സംതിങ് നമ്മൾ ഇപ്പൊ കോഡ് വഴി നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഫെയിലായി കഴിഞ്ഞാൽ എന്ത് പ്രിന്റ് ചെയ്യണമെന്ന്, നമ്മൾ എന്ത് ലോഗായിട്ട് പ്രിന്റ് ചെയ്യണമെന്ന് നമ്മൾ കോഡിൽ ആഡ് ചെയ്ത് കൊടുത്താൽ ആ ലോഗ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് ലോഗ്സ് ഇവിടെ കാണാം. TLS അലോക്കേറ്റർ, അലോക്കേഷൻ ഓഫ് 37 ബൈറ്റ്സ്. ഇത് നമുക്ക് എന്താ പറയുക, ഇത് നമ്മൾ ആഡ് ചെയ്ത ലോഗ്സ് അല്ല, അത് എഞ്ചിന്റെ ലോഗ്സ് ആണ്. അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ ലോഗ്സ് ഇവിടെ മെൻഷൻ ചെയ്യും. അപ്പോൾ പിന്നെ നമുക്കവിടെ എന്താ പറയുക, ലോഗ്സ് ഓരോ തവണ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ക്ലിയർ ചെയ്യണോ, അതോ ബിൽഡ് എടുക്കുമ്പോൾ ക്ലിയർ ആണോ, അത് സെറ്റ് കോൺഫിഗർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് കൊളാപ്സ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് റിപ്പീറ്റഡ് ലോഗ്സ് നമുക്ക് അത് വരുന്ന മൊമെന്റിൽ ഒരു ഫ്രഷ് ലോഗായിട്ട് പ്രിന്റ് ചെയ്യണോ, അതോ ആ സെയിം ലോഗ്സിനെ ജസ്റ്റ് കൗണ്ട് ആയിട്ട് കാണിക്കണം. അതാണ് കൊളാപ്സ് ഓർ നോൺ കൊളാപ്സ്. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വിച്ച് ചെയ്യാം. പിന്നെ ഇറർ പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇറർ വരുമ്പോൾ, അതായത് ഈ റെഡ് മാർക്ക് എന്താണ് ഒരു ഇറർ, ഇതൊരു നോർമൽ ലോഗ്, ഇതൊരു ഇറർ.
അപ്പോൾ ഒരു എറർ വരുമ്പോൾ നമ്മുടെ ഗെയിം ആ പോയിന്റിൽ വെച്ച് പോസ് ചെയ്യണമെന്ന് തീരുമാനിക്കണം എറർ പോസ്. എറർ പോസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എറർ ഡിറ്റക്ട് ചെയ്ത മൊമെന്റിൽ നമ്മുടെ ഗെയിം പോസ് ആവും. ദെൻ നമുക്ക് അതുപോലെ പല കാര്യങ്ങളോട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ യൂഷ്വലി ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻസ്. ഇപ്പോൾ നമ്മൾ അനിമേഷൻസ് ഒന്നും നിലവിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അനിമേഷൻ നമുക്കത് വേറൊരു വീഡിയോയിൽ ചെയ്യാം. സോ ഇതാണ് ബേസിക് കോമ്പണൻസ്. പിന്നെ സോ നിലവിൽ നിങ്ങൾക്ക് യൂണിറ്റി എൻവയോൺമെന്റിനെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നൗ ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുക? സോ നമ്മളിപ്പോൾ ലെവൽ 2-ലാണുള്ളത്. യൂഷ്വലി ഇങ്ങനെ നമ്മളൊരു ഇമേജ് ഇടരുത്. നമ്മളെപ്പോഴും പ്രോപ്പറായിട്ട് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യാൻ. കാരണം ഒരു ലോങ് റണ്ണിൽ അതാണ് നമുക്ക് നമ്മുടെ പ്രൊജക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പത്തിന് അതാണ് നല്ലത്. സോ ടെക്സ്ചേഴ്സിലേക്ക് ഞാൻ ഇമേജ് ആഡ് ചെയ്തു. ഇതുപോലെ ഏതൊരു കോമ്പണൻസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സൗണ്ട് ആഡ് ചെയ്യാൻ സൗണ്ടിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഫോൾഡർ വയ്ക്കാം. ഐ മീൻ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ പ്രൊജക്ടിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് പ്രോപ്പർലി നമ്മൾ അതിനെ പ്രൊജക്ട്സിൽ ഫോൾഡർ ബൈ ഫോൾഡർ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഒരു എന്താ പറയുക ഒരു പ്രോപ്പർ പ്രാക്ടീസ് എന്ന് പറയാം. സോ നമുക്ക് നിലവിലെ ലെവൽ സീൻ 1 സ്റ്റാർട്ട് ചെയ്യാം. സോ ലെവൽ 1 ആണ് നമ്മുടെ സീൻ 1. ലെവൽ 1 വെച്ച് ഓക്കെ ഇപ്പൊ നിലവിൽ നമ്മുടെ ഗെയിം റൺ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ഗെയിമിന്റെ എഡിറ്റ് മോഡാണ്. നിലവിൽ ഗെയിം ഒന്നും റൺ ചെയ്യുന്നില്ല. ഗെയിം റൺ ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്ലേ ബട്ടൺ ഞെക്കുമ്പോഴാണ് ബേസിക്കലി നിങ്ങളുടെ ഗെയിം റൺ ആവുക. നിലവിൽ നിങ്ങളൊരു ഡിഫറൻസും കാണുന്നില്ലെങ്കിലും ഗെയിം എപ്പോഴാണ് റൺ ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ അനിമേഷൻസോ കൂടുതൽ ഗെയിം ബിഹേവിയേഴ്സ് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യും. സോ നിലവിൽ നമ്മൾ ഗെയിം മോഡിലാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഈ സീൻ ഗെയിം വ്യൂ നമുക്ക് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം. ഞാനൊരു സെപ്പറേറ്റ് വിൻഡോ ആയിട്ട് കാണിച്ചു തരാം. സോ ഗെയിം വ്യൂവിൽ നമുക്ക് ഇതൊക്കെയാണ് കോമ്പണൻസ് ഉള്ളത്. മൾട്ടിപ്പിൾ ഡിസ്പ്ലേസ് അല്ലെങ്കിൽ ഏത് ആസ്പെക്ട് റേഷ്യോയിൽ നമ്മുടെ സ്ക്രീൻ കാണണം. ഇപ്പോൾ നമ്മൾ 4K ഈ അൾട്രാ HDയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ സ്ക്രീനിൻ്റെ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്തു, റെസൊല്യൂഷനും മാറി മെയിൻലി. അപ്പോൾ നമുക്ക് ഇപ്പം നിലവിൽ കുറച്ചും കൂടി ഹയർ റെസൊല്യൂഷൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഫുൾ HDയിലാണെന്നുണ്ടെങ്കിൽ 1920 1080യിൽ നിന്ന് 4Kയിലേക്ക് വന്നപ്പോൾ സ്ക്രീനിൻ്റെ റെസൊല്യൂഷനും ചേഞ്ച് ആയി, ആസ്പെക്ട് റേഷ്യോയും ചേഞ്ച് ആയി. ഇനി പ്ലേ ഫോക്കസ് മോഡിന് പറയുന്നത് നമ്മൾ പ്ലേ മാക്സിമൈസ് മോഡ് ഇട്ടെന്ന് വെച്ചു. അപ്പം നിലവിൽ നമ്മുടെ കോമ്പണന്റ് ഇവിടെ മിനിമൈസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു പ്ലേ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോക്കസ് മോഡിൽ ഒരു പ്ലേ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മുടെ സ്ക്രീൻ കുറച്ചും കൂടി ചെറുതാണ്. നമുക്ക് കൂടുതൽ എന്താ പറയുക നമ്മുടെ സ്ക്രീൻ കൂടുതൽ ക്ലട്ടേഡ് ആകുമ്പോൾ നമുക്ക് ചെറിയ സ്ക്രീനിൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എപ്പോഴും നമ്മൾ ഫൈനലി ഇപ്പോൾ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതേ റെസൊല്യൂഷനിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ട് ഡീബഗ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ പ്ലേ മാക്സിമൈസിൽ ഇടുക, പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇതൊരു ആക്ച്വൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കണം ആ സ്ക്രീനിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ഇപ്പോൾ ഗെയിം വ്യൂ. സോറി നമുക്കിപ്പോൾ നിലവിൽ ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ഒരുപാട് ബിഹേവിയർ ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. സോ തൽക്കാലം നിങ്ങളിത് മനസ്സിലാക്കാൻ നിലവിൽ നമ്മൾ ഗെയിം സിമുലേഷനിലാണ്. നമുക്കിത് ഗെയിം അതുപോലെ തന്നെ പോസ് ചെയ്യാം. ഇപ്പോൾ ഒരു അനിമേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗെയിമിൽ നിങ്ങൾ ഈ പോസ് ബട്ടൺ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ പോസ് ആവുന്ന ഒരു അനിമേഷൻ അവിടെ സ്റ്റക്ക് ആവും. നിങ്ങളുടെ എൻ്റയർ ഗെയിമിന്റെ സിമുലേഷൻ അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഡീബഗ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡീബഗ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഗെയിം റിസീവ് ചെയ്യും. ഈവൻ നമുക്ക് പോസ് ചെയ്തിട്ട് ഇത് സ്റ്റെപ്പ് ബട്ടനാണ്. നിങ്ങൾ ഓരോ പ്രാവശ്യം സ്റ്റെപ്പ് ബട്ടൺ ഞെക്കുമ്പോഴും ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ആ അനിമേഷന്റെ എവറി ഫ്രെയിം മാറി വരും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നിങ്ങൾക്ക് ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതൊക്കെ ഒരു തരത്തിലുള്ള ഡീബഗിങ് ആപ്ലിക്കേഷൻസ് ആണ് ഈ ബട്ടൺസ് ഒക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. സോ ഐ ഗെസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റഫ് ഐഡിയ കിട്ടിയെന്ന്. പിന്നെ എനിക്കറിയാം ചില കൺഫ്യൂഷൻസ് അവിടെ ഇവിടെയും കാണും. നമുക്കത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു പ്രൊജക്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. സോ തൽക്കാലം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഞാൻ അതനുസരിച്ച് അവിടെ റിപ്ലൈ ചെയ്യുന്നതാണ്. സോ നമ്മുടെ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. സോ ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.